ഇന്നലെ പുലർച്ചെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണവാർത്തയായിരുന്നു കെ.ജി. ജയന്റെ വാർത്ത. മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനും ഗായകനും സംഗീത സംവിധായകനും ഒക്കെയും പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മനോജ് കെ ജയന്റെ അച്ഛനുമൊക്കെയായ കെ.ജി. ജയന്റെ മരണവാർത്ത ഇന്നലെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തി. പതിറ്റാണ്ടുകളോളം സിനിമയിലും സാന്നിധ്യം അറിയിച്ച താരം വളരെയധികം നല്ല മനുഷ്യൻ കൂടിയായിരുന്നുവെന്നത് എല്ലാവരും ഏറെ ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ 90-ാം വയസ്സിലാണ് അദ്ദേഹം മരണം നടന്നിരിക്കുന്നത്. അവസാന ശ്വാസത്തിൽ പോലും അദ്ദേഹത്തിന് സംഗീതമുണ്ടായിരുന്നുവെന്നാണ് അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്നത്. ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യം മനോജ് കെ ജയൻ തന്നെയാണ്. മനോജ് കെ ജയനോടൊപ്പം ആശ്വാസം പകരാനും മനോജ് കെ ജയനോടൊപ്പം നിൽക്കാനും ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള വസ്തുതയും ഇത് തന്നെയാണ്. കാരണം മനോജ് കെ ജയന്റെ ഭാര്യ ഒപ്പമില്ലായിരുന്നു. മനോജ് കെ ജയനെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഉർവശി ഇന്നലെ തന്നെ എത്തിയിരുന്നുവെന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. മനോജ് കെ ജയന്റെ ഭാര്യ ആശയ്ക്കും മകനും വിദേശത്തു നിന്ന് എത്താനായില്ല. അതുകൊണ്ട് തന്നെ ആശയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള മകനും ആശയും ഇന്ന് രാവിലെ മാത്രമേ വിദേശത്ത് നിന്ന് എത്തുകയുള്ളൂ എന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഓടി നടന്ന് ചെയ്യാനും മനോജിനോടൊപ്പം കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഉർവശി ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു സ്നേഹമൊന്നുമല്ല, ഒരു ഗുരുവിനോടുള്ള സ്നേഹമാണെന്ന് പറയണം. ഗുരുവിനോട് എങ്ങനെയായിരിക്കും ഒരു ശിഷ്യ പെരുമാറേണ്ടത്, അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഉർവശി പ്രതികരിച്ചതും. ഉടനെ തന്നെ മനോജിന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം പഴയ ഭർത്താവാണെന്നോ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നോ ഡിവോഴ്സായി എന്നൊന്നോ ഒന്നും കരുതാതെയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ ഗുരുവിന് അന്ത്യോപചാരം നൽകാനായി ഉർവശി ആ വീട്ടിലേക്ക് എത്തിയത്. വർഷങ്ങൾക്ക് ശേഷം മനോജിന്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് എത്തിയ ഉർവശിക്ക് ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഉർവശിയാണ് ആ മനസ്സിനുടമ, നല്ല മനസ്സിനുടമ എന്ന് തന്നെ പറയണമല്ലോ. കാരണം ഇത്രയും നാളു കഴിഞ്ഞ് ബന്ധം വേർപെടുത്തിയിട്ടും ഉർവശി ആ മനസ്സ് കാണിച്ചല്ലോ. അല്ലെങ്കിൽ മരണത്തിന് പോകണ്ട എന്നോ അയാളുമായി യാതൊരു ബന്ധവും വേണ്ടാമെന്നും എന്നൊക്കെ കരുതാമായിരുന്നു. പക്ഷെ മനോജ് കെ ജയന്റെ അച്ഛനെന്ന നിലയിലല്ല ഉർവശി അവിടെ എത്തിയത്. പകരം ഒരു മലയാള സിനിമയിലെ അതുല്യ കലാകാരൻ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഉർവശിക്ക് ഒരുപാട് മലയാള സിനിമയിൽ അവസരം നേടിക്കൊടുക്കാനും അതുപോലെ തന്നെ മലയാള സിനിമയിൽ പ്രശസ്തിയാക്കാനും ഒക്കെ സഹായിച്ച ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ കെ.ജി. ജയനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരുമകൾ കൂടിയായിരുന്നു ഉർവശി. ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവ് തന്നെയാണ് കെ.ജി. ജയന്. സുഹൃത്തുക്കളോടൊക്കെ തന്നെയും തന്റെ മരുമകളെ കുറിച്ച് പറയുമ്പോൾ കെ.ജി. ജയൻ എന്നും അഭിമാനം തന്നെയായിരുന്നു എന്ന് പറയണം. എപ്പോഴും മനോജ് കെ ജയന്റെയും കുഞ്ഞാറ്റയുടെയും അതുപോലെ ഉർവശിയുടെയും കാര്യം ആലോചിച്ച് തന്നെയായിരുന്നു വിഷമമെല്ലാം. എന്നാൽ അവർ ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടു തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. അതുകൊണ്ട് ഉർവശിയോടുള്ള സ്നേഹം പോയിട്ടില്ല. അവസാന ശ്വാസത്തിലും ഉർവശിയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്ന് പറയണം. അത്രമാത്രം അടുപ്പമായിരുന്നു ഇവർ തമ്മിൽ. ഉർവശിക്ക് ഒരു ഗുരുസാന്നിധ്യം മാത്രമല്ലായിരുന്നു, പിതൃതുല്യൻ കൂടിയായ മനുഷ്യനായിരുന്നു കെ.ജി. ജയൻ എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഉർവശി പിണക്കങ്ങളെല്ലാം മറന്ന് മനോജ് കെ ജയന്റെ വീട്ടിൽ ഇന്നലെ എത്തിയതും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആശ എത്തിയത് പോലും. കാരണം ആശയ്ക്ക് അവിടുന്ന് ഫ്ലൈറ്റിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്ലൈറ്റ് ലഭിക്കാത്തത് കൊണ്ടും യാത്രാ തടസ്സമുള്ളത് കൊണ്ടുമാണ് അവിടുന്ന് എത്താൻ ലേറ്റ് ആയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തേക്ക് ചടങ്ങുകളെല്ലാം മാറ്റിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.